നമസ്കാരം. 2025 6 രാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയം വന്നുചേരാൻ പോവുകയാണ്. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ 6 രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ, അതായത് അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും എന്ന് പറയാം. 2025 മാർച്ച് മാസത്തിൽ ശനി മാറുകയാണ്. ഏപ്രിലിൽ രാഹു കേതു മാറ്റമാണ്. അതുപോലെ തന്നെ മെയ് മാസത്തിൽ ഗുരുവിൻ്റെ മാറ്റവുമാണ്. ഇതൊക്കെ ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ വലിയ അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. ഇതുവരെ ഇവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും മറ്റ് ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകുന്നതാണ്. ചിലർക്ക് ബിസിനസ്സുകൾ ചെയ്ത് നേട്ടമുണ്ടാക്കണം എന്നായിരിക്കും ആഗ്രഹം. എന്നാൽ മറ്റു ചിലർക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിദേശത്തൊക്കെ പോയി പഠനം പൂർത്തിയാക്കണം എന്ന ആഗ്രഹമുണ്ടാകും. മറ്റു ചിലരാകട്ടെ കല്യാണത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടണം എന്നൊക്കെയായിരിക്കും ആഗ്രഹങ്ങൾ. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ മനക്ലേശങ്ങളും ജീവിത പ്രശ്നങ്ങളും 2025 തീർക്കുവാൻ സാധിക്കുന്ന 6 രാശിക്കാരെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന 6 രാശിക്കാർക്ക് ഇനി നേട്ടത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ഈ രാശിക്കാർ ആരൊക്കെയാണെന്നും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നും 2025 ഇവരുടെ ജീവിതത്തിൽ വന്നുഭവിക്കുവാൻ പോകുന്ന അനുകൂലമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. 2025 മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാർക്ക് 2025 അവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും പ്രകടമാകുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അക്കാര്യങ്ങളൊക്കെ നടക്കുകയും കൂടാതെ സ്നേഹബന്ധങ്ങൾ, വൈവാഹിക ജീവിതം എന്നിവയൊക്കെ കൂടുതൽ ദൃഢമാവുകയും ചെയ്യുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത്. മേടം രാശിക്കാരുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. സാമ്പത്തികമായി ഇവർ വളരെ വലിയ ഉയർച്ചയിലേക്കാണ് കുതിക്കുന്നത്. ആഗ്രഹിച്ചതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ലഭിക്കും എന്ന് തന്നെയാണ് പറയുവാനുള്ളത്. വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. കൂടാതെ ധനപരമായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ തേടി വരും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ കാലമായി ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജോലിയൊക്കെ തരപ്പെടും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പഠനത്തിനായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനും നല്ല അനുകൂലമായ സമയം തന്നെയാണ് വരാനിരിക്കുന്നത്. എന്നാൽ സ്വദേശത്ത് നിൽക്കുന്നവർക്കാകട്ടെ നല്ല വരുമാനവും ഉണ്ടാകുന്ന സമയം തന്നെയാകുന്നു. 2025 അനുകൂലമായ സമയം തന്നെയാണ് മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക്. അത്ര വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത്. എത്ര വലിയ വെല്ലുവിളികളെയും ഇവർക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത്. ഇനി അടുത്തതായി പറയുന്നത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇത് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന സമയം. കന്നിരാശിയിലെ ഉത്രം, അത്തം, ചിത്തിര നാളുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ അനവധി വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നേട്ടത്തിലേക്ക് കുതിച്ചുയരുന്ന സമയം. ആഗ്രഹിച്ചതായ എല്ലാ കാര്യങ്ങളും ഇവർക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഭാവിക്കു വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ്. ധനപരമായ നേട്ടമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പണം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും.
2025 കന്നി രാശിക്കാരും ഏറ്റവും നല്ല സമയത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ നക്ഷത്ര ജാതകരും ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി അടുത്ത രാശി ഇടവം രാശിയാണ്. ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളവും ഇനി അനുകൂലമായ സമയം തന്നെയാകുന്നു. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ വലിയ പുരോഗതി തന്നെ ഇവരുടെ ജീവിതത്തിലും ഉണ്ടായിത്തീരുന്നതാണ്. ആഗ്രഹിച്ചതായ എല്ലാ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലും സാധിച്ചു കിട്ടുന്നതാണ്. കാർത്തിക, രോഹിണി, മകൈര്യം എന്നീ 3 നാളുകാർ, അതായത് ഈ രാശിയിൽ ഉൾപ്പെടുന്ന ഈ നാളുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ അനവധിയായി സിദ്ധിക്കുന്ന സമയം തന്നെയാണ്. ഈ 2025 ഇവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ തേടിയെത്തുന്നതാണ്. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്ന സമയം തന്നെയാണ്. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇടവം രാശിക്കാരും ഇനി കാലെടുത്തു വയ്ക്കുന്നത്. ഏതൊക്കെ ആഗ്രഹങ്ങളാണോ മനസ്സിൽ വച്ച് നടന്നത് അതൊക്കെ ഇവർക്ക് ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോകുവാനുള്ള ഒരവസരം ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതാണ്. എന്നാൽ കൂടുതലായി അബദ്ധങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അല്പം കുറയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. മാനസികമായ പ്രശ്നങ്ങളൊക്കെ അല്പം നേരിടുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കിനി എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ സമയമാണ് എന്നുള്ളത് മാത്രം മനസ്സിൽ ഉണ്ടായിരുന്നാൽ മതി. കൂടുതൽ ചിന്തകളൊന്നും മനസ്സിനെ അലട്ടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് മിഥുനം രാശിയാണ്. ഈ രാശിക്കാർക്ക് 2025 അനേകം വെല്ലുവിളികൾ നേരിടേണ്ടി വരും. എന്നിരുന്നാൽ കൂടിയും അതിനെയൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങളും ഉയർച്ചയും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. മകൈര്യം, തിരുവാതിര, പുണർദം എന്നീ 3 നാളുകാർ, അതായത് ഈ രാശിയിൽ ഉൾപ്പെടുന്ന ഈ 3 നാളുകാർക്കും ഭാഗ്യാനുഭവങ്ങൾ അനവധിയായി വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനേകമുണ്ടാകുന്നതാണ്. ജോലിക്ക് ശ്രമിക്കുന്നതിനിടയിൽ തടസ്സങ്ങൾ നേരിട്ടവരാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി ജോലിയൊക്കെ നേടുവാൻ സാധിക്കുന്ന സമയമാണ് ഇനി വരുന്നത്. കൂടാതെ പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുള്ള യോഗവും കാണുന്നുണ്ട്. കൂടാതെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം ചെയ്യുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിൻ്റെ കാര്യത്തിലും അനുകൂലമാണ് നിങ്ങൾക്ക് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത്. സൗഭാഗ്യ സമ്പന്നതയിലേക്ക് കുതിക്കുന്ന മിഥുനം രാശിക്കാർക്കും ഇനിയുള്ള നാളുകൾ വളരെ അനുകൂലമായിരിക്കും. ഇനി അടുത്ത രാശി തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ നേടുവാനുള്ള സാധ്യത കൂടുതലാണ്. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാർ, അതായത് ഈ രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ അനവധി വന്നു ചേരും. 2025 ഇവരെ സംബന്ധിച്ചിടത്തോളം അനേകം ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്ന സമയമാണ്. ജീവിതം മൊത്തത്തിൽ മാറി മറിയും എന്ന് തന്നെ പറയാം. ഏതൊരു കാര്യത്തെയും ശാന്തതയോടെ സമീപിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത്. ഒന്നിനും എടുത്തു ചാടാതെ ആലോചിച്ച് തീരുമാനമെടുക്കുക. കൂടാതെ സ്വന്തം ചുമതല മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇനി അടുത്ത രാശി മീനം രാശിയാകുന്നു. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ 2025 എന്ന് പറയുന്നത്. എന്നാൽ ഈ വെല്ലുവിളികളെ ഈ നക്ഷത്ര ജാതകർക്ക്, ഈ രാശിക്കാർക്ക് പെട്ടെന്ന് തന്നെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. ഇവരുടെ കൈകളിലേക്ക് ധനം വന്നുചേരും എന്നുള്ളതാണ് പ്രധാന വസ്തുത. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയം. ഒരു ഭവനം സ്വന്തമായി വേണമെന്നാഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കത് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കൂടാതെ പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും നടന്നു കിട്ടുന്നതാണ്.
വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും നടന്നു കിട്ടുന്നതാണ്. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. ഇന്നു പറഞ്ഞ 6 രാശിക്കാർക്കും ഈ 2025 എന്ന വർഷം വളരെയധികം ഭാഗ്യാനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത്. ജീവിതത്തിലെ ദുഃഖദുരിതങ്ങളായ എല്ലാ അവസ്ഥകളും മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം.